ഇത് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നിലപാടാണ്, നയമാണ്. നമ്മൾ മനസ്സിലാക്കണം. അവർ ഈ ഓമനപ്പേരൊട്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ചാപ്പകുത്തി കഴിഞ്ഞാൽ പിന്നെ ആടിനെ പട്ടിയാക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. ആടിനെ പട്ടിയാക്കാൻ ആടിനെ കണ്ടു കഴിഞ്ഞാൽ ആരും തല്ലിക്കൊല്ലില്ല. ആടിനെ പട്ടി 1000 വട്ടം പറഞ്ഞാൽ പിന്നെ പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലാം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലടക്കം. അന്താരാഷ്ട്ര വർത്താനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ നാട്ടു വർത്താനങ്ങളും കുറച്ച് പറയണല്ലോ. ഇന്നിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ആട്ടിനെ പട്ടിയാക്കലാണ്. ഈ ആട്ടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. ഒരു ജില്ലനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയെ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി എത്ര കുടിലമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല എന്താ? മലപ്പുറം എന്നുള്ള ദേശത്തിനോടുള്ള ആ പ്രദേശത്തിനുള്ള ഭൂമിശാസ്ത്രപരമായിട്ടൊരു വിരോധം കൊണ്ടാണോ? അല്ലല്ലോ. അവിടെ 65% മുസ്ലിമീങ്ങളാണ്, 65-70% മുസ്ലിമീങ്ങളാണ്. അപ്പൊ മലപ്പുറം ജില്ലയെ കരിവാരി തേച്ച് അപകീർത്തിപ്പെടുത്തുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്താ? മുസ്ലിമീങ്ങൾ മോശക്കാരാണെന്ന് പറയാം. ഏറ്റവും വലിയ ക്രിമിനലുകളുടെ നാടായിട്ട് ചിത്രീകരിക്കാം മലപ്പുറം ജില്ലയെ. അപ്പൊ മുസ്ലിമീങ്ങൾ ക്രിമിനലുകളാണ്, അവർ കള്ളപ്പണക്കാരാണ്, അവർ കള്ളക്കടത്തുകാരാണ്, അവർ ഹവാലപ്പണത്തിന്റെ ആൾക്കാരാണ്, അവരൊക്കെ മോശക്കാരാണ്. അങ്ങനെ മോശക്കാരാക്കിയിട്ടാണ് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡിൽ എന്ത് വരും? ഇവർ തീവ്രവാദികളും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് എന്നുള്ളത് പിന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടോ തോന്നിയമായൊരു പട്ടാളത്തെ ഇറക്കാനോ ഒക്കെ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഒക്കെ ലാഭം കൊയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. കാരണം മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ കണ്ടില്ല. കള്ളന്മാർ, കൊള്ളക്കാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ ഒക്കെ രാജ്യവിരുദ്ധർ. ഇതിന്റെ ഒക്കെ ഒരു പിന്നാമ്പുറം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്ന ഗോൾഡ് മാത്രം, ഹവാലാപ്പണം മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതാരുടെ അജണ്ടയാണ്? സംഘപരിവാറിന്റെ. അതാരാ ഇപ്പൊ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ, സംസ്ഥാന കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം. രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ, ഒരിക്കലും പരിശുദ്ധമായ മെമ്പർ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തൂല. പക്ഷെ ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഭരണാധികാരി പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും മെമ്പർ ആണെങ്കിലും നമ്മൾ പറയേണ്ടി വരും. അത് സ്വാഭാവികം മാത്രം. അതിനങ്ങനെ നിങ്ങൾ കണ്ണോട് കാണരുത്. നമ്മൾ അദ്ദേഹത്തെ ആ പാർട്ടികളെ ഒന്നും വിമർശിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന് സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ചിന്തിക്കണ്ടേ. കരിപ്പൂർ എയർപോർട്ട് എന്നു മുതലാണ് മലപ്പുറം എയർപോർട്ടായി മാറിയത്? ഇതുവരെ കാലിക്കട്ട് എയർപോർട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പം ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തേര് ഭൂമി കൊടുത്തിട്ട് അവരെ അധ്വാനം കൊണ്ടും അവർ വലിയൊരു സംഭാവന അതിൽ അർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പേര് കാലിക്കറ്റ് എയർപോർട്ട് എന്നാണ്. ഇപ്പൊ പേരെന്തായി? മലപ്പുറം എയർപോർട്ട്. എന്താ? കള്ളക്കടത്ത് പിടിക്കുന്നത്, രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ മലപ്പുറത്തിന്റെ പേര് കൂട്ടി വായിക്കണം. പാലക്കാട് ആന ചെരിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്താണെന്ന് കേന്ദ്രമന്ത്രി വിളിച്ചു പറയാം. മലപ്പുറത്തൊരു മോശമാണ്. അതിപ്പോ കുറച്ച കാലമായിട്ട് തുടങ്ങിയതാണ്. നോക്കണം നിങ്ങൾ, 2019 ഒരു വർഷം ഉണ്ടായിരുന്ന കേസുകൾ 11,000 ആയിരുന്നെങ്കിൽ ഇന്നത് 40,000 ആണ്. എങ്ങനെ കേസ് കൂടിയത്? മലപ്പുറത്തൊക്കെ കൂടുതൽ ക്രിമിനലുകളായിട്ട് മാറിയ അല്ല, മനഃപൂർവ്വം ADGP തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ട് SP പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ട് കേസുകൾ വർദ്ധിപ്പിക്കുകയാണ്. FIR-കളുടെ എണ്ണം കൂട്ടിയിടുകയാണ്. അപമാനപ്പെടുത്തുക, ഒരു സമുദായത്തിനെ അപമാനിക്കുക, സൗഹൃദം അവരെ ആഗ്രഹിക്കുക. മലപ്പുറം ഏറ്റവും കൂടുതൽ സൗഹൃദം തത്തിക്കളിക്കുന്ന നാടാണ്. പുറത്തുനിന്ന് വന്ന ആളുകൾ വരെ പറയാണ്, പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, തെക്കന്മാര് ജോലിക്ക് വരും, മാഷന്മാരായിട്ടും ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ ജോലിക്ക് വരും. വരുമ്പോ അവർ പറയും, തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ പറയും, മലപ്പുറത്ത് കാണും, പേടിയാണ്. എത്ര ആളുകളാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്? ആ മുസ്ലിമീങ്ങളായ ആളുകൾ. അവർ പറയും, വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടിയായിരുന്നു, കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു, കാരണം മലപ്പുറം കത്തി എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ മലപ്പുറം കത്തിയല്ല, മലപ്പുറത്തെ കത്തിയേക്കാൾ മൂർച്ചയുള്ള സ്നേഹമാണ് അവർ അനുഭവിച്ചത്. അവിടെ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോകാതെ അവിടെ സെറ്റിലായിട്ടുണ്ട് പലരും. അവരനുഭവങ്ങൾ അവർ പങ്കുവെക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സൗഹൃദം എവിടെ ഉണ്ടോ അവിടെ ഭീകരമാക്കി ചിത്രീകരിച്ച് കടക്കൽ കത്തിവെക്കും. ഇന്ന് നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ കേട്ട 2 പേരുകളുണ്ട്, സൗഹൃദത്തിന്റെ 2 പേരുകൾ, മനാഫ്, അർജുൻ. ഇപ്പൊ എന്താ മനാഫിന്റെ അവസ്ഥ? ഇന്ന് അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ 72 ദിവസം പിന്നാലെ നടന്ന് കട്ടപ്പെട്ട് തന്റെ കൂടപ്പുറപ്പിനെ കണ്ട് മതം നോക്കാതെ, ജാതി നോക്കാതെ, സ്വന്തം കുടുംബത്തെ പോലെ നെഞ്ചിലേറ്റിട്ട് അവസാനം
ആ വീട്ടിലൊരു സംഖ്യ ഉണ്ടായാൽ മതി, ഒരു സംഖ്യ അളിയുണ്ടായാൽ മതി സഹോദരന്മാരെ. നാറ്റിക്കാൻ വിദ്വേഷം, ഉള്ളിൽ വെറുപ്പാണ്. സൗഹൃദത്തിന്റെ പൂക്കൾ എവിടെയുണ്ടോ അവിടെ കത്തിയുമായിട്ട് അവർ വരും നശിപ്പിക്കാൻ. സൗഹൃദം ഉള്ളിടത്ത് താമര വിരിയൂല, ചെളിക്കുണ്ടിലേ വിരിയുള്ളൂ. ശുദ്ധജലത്തിൽ താമര വിരിയൂല. വിരിയിക്കണം. അതിനുള്ള ശ്രമമാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടത്, അത് തിരിച്ചറിയേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. മിമ്പറുകൾ അത് പറയണം, മതവേദികളിൽ അത് ചർച്ച ചെയ്യണം. മലപ്പുറത്തിനെ അപമാനിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ അപമാനിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലോ. തൃശ്ശൂര് എടുത്തതല്ല കൊടുത്തതാണ്. എന്തല്ല ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ADGP നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ക്രിമിനലുമായിട്ട് 4 മണിക്കൂറാണ് ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുന്നത്. വത്സൻ തില്ലങ്കേരി, പേര് പറയാതിരിക്കാൻ പറ്റൂല. കേരളത്തിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷനുകളും പിന്നിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ സംഘപരിവാർ നടത്തുന്ന ഓപ്പറേഷനുകൾ പിന്നിൽ, കൊലപാതകങ്ങളുടെ പിന്നിൽ, ശബരിമലയിൽ പോലീസിനെ നിയന്ത്രിച്ചത്, ആലപ്പുഴ ജില്ലയിൽ കൊല്ലപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് അവിടെ വത്സൻ തില്ലങ്കേരി വരുന്നു. എവിടെ കൊലപാതകം നടക്കുന്നു അവിടെ നേരത്തെ അയാൾ വന്നിട്ടുണ്ടാകും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നല്ല നിലയിൽ സുരക്ഷാ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു. അവിടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ല വയനാട്, അവിടെ വന്ന് തില്ലങ്കേരിയും ADGPയും തമ്മിൽ ഗൂഢാലോചന നടക്കുന്നു. പിന്നെ അവിടെ ഭക്ഷണത്തിൽ മണ്ണുവാരിയിടുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ള സഹോദരന്മാരെ. മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട്, അന്യവൽക്കരിച്ചുകൊണ്ട്, ഭീകര ചാപ്പ കുത്തി, ക്രിമിനൽ ചാപ്പകൾ കുത്തി, അവസാനം പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുക. നിയമങ്ങൾ കൊണ്ടുവന്ന് നിയമക്കുരുക്കുകളിലൂടെ. ആക്രമണോത്സുകമായ സംഘപരിവാർ ഗുണ്ടകളെക്കാളും അപകടകാരികളാണ് ഉദ്യോഗതലങ്ങളിൽ സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്. അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷം തകരും, കേരളം തന്നെ തകരും. കേരളം സംഘപരിവാറിന്റെ ഹബ്ബായിട്ട് മാറും. ഇതുവരെ ഇടം കിട്ടാത്ത കേരളത്തിലേക്ക് സംഘപരിവാർ മറ്റു വഴികളിലൂടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എവിടെയൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്, എവിടെയൊക്കെയോ സഹശയനങ്ങൾ നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാടിനെ അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ അക്രമികളുടെ കൈകളിൽ നിന്നും അള്ളാഹു ഈ നാട്ടിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നീതിയും